ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, എനിക്കും സുഖമാണ്. ഇന്ന് ഞാനൊരു തേങ്ങാപ്പാൽ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത പുഡിങ്ങാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണണം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിനായി ഒരു പാനിലേക്ക് 5 കപ്പ് തേങ്ങാപ്പാൽ എടുക്കാം. 1-ാം പാൽ 2-ാം പാൽ എന്നൊന്നുമില്ല, ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തേക്കുന്നത്. 240 ml മെഷർമെൻറ്റ് കപ്പിലാണ് എല്ലാ മെഷർമെൻറ്റും ഞാൻ എടുത്തേക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് കോൺഫ്ലോർ പൊടി ഇട്ട് കൊടുക്കാം. കട്ടയില്ലാതെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെന്നും പറഞ്ഞാൽ ആരും വിഷമിക്കണ്ട. 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പം മൊത്തം 1.5 കപ്പ് പഞ്ചസാര ചേർത്താൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ കൈവിടാതെ ഒന്ന് ഇളക്കി കുറുക്കിയെടുക്കാം. കൈവിടാതെ ഇളക്കണമെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൽ ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. പക്ഷെ സൂപ്പർ ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ട പുഡിങ്ങാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതിപ്പോൾ ഇതാ കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ബൗളിൽ കുറച്ച് നെയ്യോ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബദാമാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഇനി പുഡിങ്ങിൻ്റെ മിക്സ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കാം. സൂപ്പറായിരിക്കും. നല്ല ജെല്ലി ടൈപ്പാണ് ഈ പുഡിങ് ഇരിക്കുന്നത്. ബാക്കി വന്ന മിക്സ് എടുത്ത് ഞാനൊരു സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. തണുപ്പിച്ച് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ വീഡിയോ കാണുന്ന പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നുണ്ട്. തീർച്ചയായും എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് അടുത്ത വീഡിയോസ് ചെയ്യാനുള്ളൊരു പ്രചോദനം. അതുപോലെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയും നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റായിട്ട് ഇടുകയും വേണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ.